സുറുമി രചന അവന്തിക അവതരണം സെൽസാമുസ്തു. കൊഴിഞ്ഞു വീണു. ഇതിനോടകം രണ്ടുവരിയായിട്ടുള്ള അവൻ്റെ മൂളിപ്പാട്ടിലോ അവളുടെ കിണുങ്ങിച്ചിരികളിലോ അവളുടെ പ്രണയത്തിൻ്റെ കാത്തിരിപ്പിൻ്റെ 4 വെള്ളിയാഴ്ചകൾ കൂടെ കടന്നുപോയി. ഷെറിയുടെ ഡേറ്റ് അടക്കുന്തോറും സുറുമിക്കായിരുന്നു ആകാംക്ഷയും സന്തോഷവും കാത്തിരിപ്പും. നോട്ട്ബുക്കിൻ്റെ ബാക്ക് പേജിൽ കോളം വരച്ചുണ്ടാക്കിയ കലണ്ടറിൽ ഓരോ ദിവസം കഴിയും തോറും വെട്ടിച്ചേർത്തവൻ്റെ വരവിന് വേണ്ടി എണ്ണി കാത്തിരിക്കുകയായിരുന്നു അവൾ. കോളേജിലേക്കുള്ള തിരക്ക് പിടിച്ച രാവിലെ എഴുന്നേൽക്കാൻ വൈകിയത് കൊണ്ട് തന്നെ പടിപടിയായി ചെയ്യാറുള്ള കാര്യങ്ങളെല്ലാം ഒപ്പത്തിനൊപ്പം വൈകി. അതുകൊണ്ട് തന്നെ കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് ധൃതി പിടിച്ച് ഒരുങ്ങുന്നതാണ് സുറുമി. സാധാരണ ഇങ്ങനെ വൈകാറുള്ള ദിവസങ്ങളിൽ സൽമാനാണ് കൊണ്ടുവിടാറ്. അന്നാണെങ്കിൽ സൽമാൻ സ്ഥലത്തുമില്ല. കടയിൽ ആവശ്യത്തിന് വേണ്ടി തലേന്ന് രാവിലെ കോയമ്പത്തൂർ വരെ പോയതാണ്. ഇന്ന് രാത്രിയാകും എത്താൻ. സാധാരണ തലയിൽ പിൻ ചെയ്താറുള്ള ഷാൾ എന്നവൾ നേരത്തിൻ്റെ കുറവ് കൊണ്ട് കോട്ടൺ ഷാൾ ആയതുകൊണ്ടും തലയിലൂടെ ഒതുക്കിയിട്ട് കഴുത്തു മാറുമറിച്ച് ഒരറ്റം തോളിലൂടെ ഇട്ട് ഭംഗിയായി ഒരുങ്ങി. കണ്ണിൽ നേരെയായി കാജലെഴുതി, മുഖത്ത് കോമ്പാക്റ്റ് ഇട്ട്, ചുണ്ടിൽ ലൈറ്റ് പിങ്ക് കളർ ഷെയ്ഡുള്ള ലിപ് ലൈനറും ഇട്ടു. അതവളുടെ ഇളം റോസ് ചുണ്ടുകളുടെ മുഞ്ചു കൂട്ടി. ഇടത് കയ്യിൽ സ്ട്രോപ്പിൻ്റെ ഒരു വാച്ചും കെട്ടി മൊത്തത്തിലൊന്ന് കണ്ണാടിയുടെ വിലയിരുത്തി. ഇപ്പം മാറ്റിയൊരുങ്ങി നിൽക്കുന്ന എന്നെ മഷിക്ക് കണ്ടാൽ ഒരു ചിരിയുണ്ട് പുള്ളിക്ക്. ഡ്രസ്സിങ് ഇഷ്ടമായാൽ ആ കണ്ണുകളിലെ തിളക്കവും ചുണ്ടുകളിൽ എനിക്ക് മാത്രം കാണാവുന്ന ചിരിയും ഒരു നോട്ടം കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഇഷ്ടമായിട്ടുണ്ടെന്ന്. അപ്പം മുഖത്തെ മുഞ്ചെന്ന് വേറെ തന്നെയാണ്. ഓർക്കുമ്പോൾ തന്നെ കാണാൻ കൊതിയവ്. ഇനിയൊരു 1.5 മാസം കൂടെ. ഏതോ ഓർമ്മയിൽ അവളുടെ ചുണ്ടിൽ മനോഹരമായി ചിരി വിരിഞ്ഞു. പിന്നെ ചമ്മിക്കൊണ്ടവൾ അവളുടെ തലക്കൊന്ന് തട്ടി. അയ്യേ, എന്തൊരു ഓഞ്ഞ കാമുകിയാ ഞാൻ. ഓരോന്നോർത്ത് വെറുതെ ചിരിക്കുക. കണ്ണാടിയുടെ കാണുന്ന എന്നെ തന്നെ നോക്കി ഒറ്റയ്ക്ക് സംസാരിക്കുക, ഒറ്റയ്ക്ക് ചിടുങ്ങുക. അയ്യേ. മുറ്റത്തൊരു കാറ് കൊണ്ട് നിർത്തി ശബ്ദം കേട്ടപ്പോഴാണ് അവൾ ചിന്തകളിൽ നിന്ന് ഉണർന്നത്. കയ്യിലെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ടവൾ അല്പം തുറന്നു വെച്ച ജനലിലൂടെ താഴേക്ക് നോട്ടുമെറിഞ്ഞു. വലിയൊരു കാറാണല്ലോ. ഇതാരപ്പം ഈ നേരത്ത്? ഡോർ തുറന്ന് അടയുന്ന ശബ്ദത്തോടൊപ്പം 4-5 ആളുകൾ ഇറങ്ങുകയും ചെയ്തപ്പോൾ അവൾ തല ഉള്ളിലേക്ക് തന്നെ വരച്ചു. അപ്പച്ചിയെ കാണാൻ വല്ല കച്ചവടക്കാരൻ വന്നതായിരിക്കും. അല്ലാതെ രാവിലെ തന്നെ വിരുന്നുകാർ വരുമോ ആവോ? ഇനിയിപ്പോൾ അവരുടെ ചർച്ച ഇപ്പോഴൊന്നും തീരൂല. പുറകിലൂടെ ഓടേണ്ടി വരുമല്ലോ. നടന്നെത്തുമ്പോഴേക്ക് പ്രോമിസ് പോയി കാണും. ഇനി 9:05 RTC കിട്ടിയാൽ മതി. ഓരോന്നോർത്തുകൊണ്ട് അവൾ മേശയിൽ നിന്ന് ബാഗ് എടുത്തു. പോകുന്ന പോക്കിൽ കണ്ണാടിയുടെ ഒന്നുകൂടെ നോക്കി. കാജലെടുത്ത് മൂക്കുത്തിയുടെ സ്ഥാനത്തുള്ള അവളുടെ ഇളം കാപ്പി കാക്കാപ്പുള്ളിയിൽ പതിയൊന്ന് തൊട്ടു. ഇപ്പം അത് ഒന്നുകൂടെ തെളിഞ്ഞു കാണാം. ബാഗിലെല്ലാം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നതിനോടൊപ്പം കോണിപ്പടികൾ ഓടിക്കയറിയവൾ നേരെ പോയത് അടുക്കളയിലേക്കാണ്. സിറ്റിംഗ് റൂമിൽ നിന്ന് വന്നവരുടെയും വാപ്പച്ചിയുടെയും സംസാരം കേൾക്കുന്നുണ്ട്. ആരമ്മ വന്നേ? കൈക്ക് ടേബിളിൽ ഇരിക്കുന്നതിനോടൊപ്പം അവൾ ചോദിച്ചു. ഉമ്മ ആരാന്ന്? കാസറോളിൽ നിന്ന് പൊട്ടെടുത്ത് പ്ലേറ്റിലേക്ക് വെച്ച് കറി ഇരിക്കുന്നതിനിടെ അവൾ ഒന്നും കൂടെ ചോദിച്ചു. മറുപടിയൊന്നും കാണാത്തപ്പോൾ അവൾ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. അവൾക്ക് മുഖം കൊടുക്കാതെ വന്നവർക്കുള്ള ചായ ഗ്ലാസ്സിലേക്ക് പകർന്നുകൊണ്ടിരിക്കുകയാണ് അവർ. ഉമ്മ നിങ്ങളോടാ ചോദിക്കുന്നേ. അവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയവൾ അവരുടെ അടുത്തേക്ക് ചെന്ന് അവരവൾക്ക് അഭിമുഖമായി തിരിച്ചു നിർത്തി. എന്തെങ്കിലൊന്ന് പറയത്തെ, ആരാ വന്നതെന്ന്? അവരുടെ മുഖത്തെ വെപ്രാളവും വേവലാതിയും കണ്ടപ്പോൾ അവൾ ഒന്നുകൂടെ ചോദിച്ചു. അത് റുമി. ഫാത്തിമ, ഈ ചായം കിടക്ക്. സുർമി, ആ പ്ലേറ്റും എടുത്തു വാ. പുറകിൽ നിന്ന് വാപ്പച്ചിയുടെ ശബ്ദം കേട്ടപ്പോൾ അവൾ ഞെട്ടലോടെ ഉമ്മയെ നോക്കി. ഫാത്തിമ, ഈ ചായം കിടക്ക്. സുർമി, പ്ലേറ്റും എടുത്തു വാ. വാപ്പച്ചിയുടെ ശബ്ദം വീണ്ടും കനത്തു. ദയനീയമായി അവളെ നിന്ന് നോക്കിയ ശേഷം അവർ ചായ എടുത്ത് മുന്നോട്ട് നടന്നു. വാപ്പച്ചി അവളെ തന്നെ നോക്കി നിൽക്കുന്നതിനാൽ ഒന്നും ചോദിക്കാനുള്ള അവസരം പോലും അവൾക്കുണ്ടായില്ല. വിറക്കുന്ന കൈകളോടെ പലഹാരം നിറച്ച പ്ലേറ്റ് കയ്യിലെടുത്തുകൊണ്ട് അവൾ നടന്നു. അവളെ പുറകിലായി വാപ്പച്ചിയും. എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊരു ധാരണ ഉണ്ടായിരുന്നിട്ടും ചാവി തിരിച്ചാൽ നടന്നു പോകുന്ന കളിപ്പാവയെ പോലെ അവൾ ഉമ്മയെ അനുഗമിച്ചു. ഇതാന്നിട്ടോ ചെറുക്കൻ. സിറ്റിംഗ് റൂമിൽ ചെന്ന് പലഹാരം കൊണ്ടുവച്ചതും ആരോ പറയുന്നത് കേട്ടു. തൻ്റെ പ്രണയവും കാത്തിരിവും സ്വപ്നങ്ങളും പ്രതീക്ഷകളും തകരുന്നത് വേദനയോടെ അവൾ മനസ്സിലാക്കി. നിറച്ചിരിയാലെ അവളെ നോക്കുന്ന മഷൂദിനെ ഓർക്കെ അവളുടെ ഉള്ളം അവൻ്റെ ഓർമ്മയിൽ വെങ്ങിപ്പൊട്ടി. അവളുടെ ഉള്ളം ആർത്തലച്ച് കരയുകയായിരുന്നു. തല ഉയർത്താതെ ആരെയൊന്നും നോക്കുക പോലും ചെയ്യാതെ നിസ്സഹായിയായി നിൽക്കാൻ മാത്രമേ അവൾക്കായുള്ളൂ. തന്നെ തുറിച്ചു നോക്കുന്ന വാപ്പച്ചി അവൾ നോക്കാതെ തന്നെ അറിയുന്നുണ്ടായിരുന്നു. എന്നിട്ടും അവൾ തല ഉയർത്തിയില്ല. ഞാൻ സമ്മതിക്കില്ല. എനിക്കിഷ്ടമല്ലേ കല്യാണത്തിന്. എൻ്റെ അനുവാദം ആരും ചോദിച്ചിട്ട് പോലുമില്ല. ഞാൻ അറിഞ്ഞിട്ടുമില്ല. എനിക്കെൻ്റെ മഷ്ക മാത്രം മതി. എനിക്കാരെയും കാണണ്ട, ആരും വരണ്ട. ഞാനെൻ്റെ മഷ്കയുടെയാ. മഷ്ക മനസ്സുകൊണ്ട് നിക്കാഹ് ചെയ്ത പെണ്ണാ. എനിക്കാരെയും കാണണ്ട, ആരും എന്നെയും കാണണ്ട. പൊയ്ക്കും എല്ലാവരുടെ മുമ്പിൽ നിന്ന് കാല പിടിക്കാൻ ഞാൻ. ഒരുമിച്ചിട്ടില്ലെങ്കിലും ഞങ്ങളെ പിരിയിപ്പിക്കാണ്ടിരുന്നൂടെ?
എനിക്ക് വയ്യ. എൻ്റെ മഷ്കല്ലാതെ വേറൊരാൾ എനിക്ക് സമ്പകൽപ്പിക്കാൻ പോലും വയ്യ എന്നൊക്കെ അവളുടെ ഉള്ളം മുന്നിലിരിക്കുന്നവരോട് കെഞ്ചി കരയുന്നുണ്ടായിരുന്നു. നെഞ്ചകം നീറി പുകയുന്നുണ്ടായിരുന്നു. ആരോ കൂരിരുമ്പ് കൊണ്ട് നുറുങ്ങിയിരിക്കുന്ന പോലെ വേദനിക്കുന്നുണ്ടായിരുന്നു. കൺമുമ്പിൽ കാണുന്നതെല്ലാം തട്ടെറിഞ്ഞ് ഹാത്ത് വിളിക്കാൻ തോന്നി അവൾക്ക്. പക്ഷെ ഒന്നിനും കഴിയുന്നില്ല. എല്ലാം തൊണ്ടയിൽ കുരുങ്ങി കിടന്നതേ ഉള്ളൂ. നാവിനാരോ വിലങ്ങ് വെച്ച പോലെ. വാപ്പച്ചിയും വന്നവരും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടെങ്കിലും മരവിച്ച പോലെ നിന്നതേ ഉള്ളൂ അവൾ. ഈ കുട്ടിയല്ലേ ഇളയമോള്? ആരോ ചോദിക്കുന്നത് കേട്ടു. ആ, ഇവള് ചെറുത്. മൂത്തതൊരു പെണ്ണും ഒരാണും. മോളെ കെട്ടിച്ചു. അവളെവിടെ? 2 മക്കളുണ്ട്. മോനിപ്പോൾ ഇവിടെ ഇല്ല. കടയിൽ ആവശ്യത്തിന് വേണ്ടി കോയമ്പത്തൂർ വരെ പോയതാ. അവനല്ലേ ഫർണിച്ചർ കമ്പനിയിൽ മാനേജറായി നിൽക്കുന്നത്? വീണ്ടും ആരോ ചോദിക്കുന്നത് കേട്ടു. അതെ, അവൻ്റെ പഠിപ്പ് കഴിഞ്ഞ ശേഷം തന്നെയാണ് കമ്പനി കാര്യങ്ങളെല്ലാം നോക്കാറ്. ഈ ആലോചന 1-2 മാസം മുമ്പ് വന്നിരുന്നു. അന്ന് കമ്പനിയിൽ അന്വേഷിച്ചപ്പോൾ മോനാണെന്ന് തോന്നുന്നു. 2 വർഷം കഴിഞ്ഞ് കല്യാണം ഉണ്ടാക്കുന്നുള്ളൂ പറഞ്ഞു. പിന്നെ ഇപ്പോൾ വീണ്ടും ഈ ആലോചന തന്നെ വന്നപ്പോൾ ഞങ്ങൾക്കൊരാശങ്ക. അതാ ചോദിച്ചേ. ആ, അത് ചിലപ്പോൾ വേറെ ആരെങ്കിലും പറഞ്ഞതായിരിക്കും. അത് അവൻ തന്നെ ആയിരിക്കും. അവനക്ക് ഇവളൊന്നും ചെറുതാ. കല്യാണം ഇപ്പോഴൊന്നും ഉണ്ടാക്കണ്ടെന്ന് അവൻ തന്നെ പറയുന്നത്. ഇതൊക്കെ വാപ്പച്ചി പതർച്ചയോടെ പറഞ്ഞൊപ്പിക്കുന്നതിനോടൊപ്പം ഇനി ആ വിഷയം സംസാരിക്കാതിരിക്കാമെന്ന ആളുകൾ ആരൊക്കെയെന്ന് അയാൾ തിരക്കി. എനിക്ക് 4 മക്കളാണ്. ഇവനാണ് ചെറുത്. ഇവൻ്റെ മൂത്തതൊരാണ് 2 പെണ്ണും. അവരൊന്നും വന്നിട്ടില്ല. ഇവൻക്ക് കണ്ടിഷ്ടമായാൽ അവർക്ക് സൗകര്യം പോലെ വരാലോ. ചെറുക്കൻ്റെ ഇഷ്ടമല്ലേ മുഖ്യം. വീട്ടിലെ ചെറിയ മോള് പ്രസവിച്ച് കിടക്കുകയാണേ. അതുകൊണ്ടിട്ടാ. ഇത് 2 അവൻ്റെ കൂട്ടുകാരാ. ഇത് ഈ ആലോചന കൊണ്ടുവന്ന ആള് നമ്മുടെ നാട്ടുകാരനാ. ഞങ്ങൾ സുഹൃത്തുക്കളാണ് കേട്ടോ. അയാൾ മറ്റുള്ളവരെ പരിചയപ്പെടുത്തുന്നത് കേട്ടപ്പോൾ അതായിരിക്കും ചെറുക്കൻ്റെ വാപ്പ നമ്മൾ ഊഹിച്ചു. വാപ്പച്ചി ഹൃദ്യമായി തന്നെ അവരോട് പെരുമാറുന്നതും എല്ലാത്തിലും മൂകസാക്ഷിയായി പ്രതിമ കണക്കി നിന്നതേ ഉള്ളൂ അവൾ. കുട്ടിയൊക്കെ നമ്മൾ സംസാരിക്കാനുണ്ടാവും. ഇപ്പോഴത്തെ കുട്ടികളല്ലേ, എന്തെങ്കിലുണ്ടെങ്കിൽ അവർക്ക് പരസ്പരം തുറന്നു പറയാലോ. അത് കേട്ടതും അവൾ ഞെട്ടലോടെ മുന്നിലുള്ളവരെ നോക്കി. എള്ളം വിങ്ങി പൊട്ടുന്നുണ്ടായിരുന്നു. നെഞ്ചിൽ കല്ല് കയറ്റി വെച്ച പോലെ. എത്ര നിയന്ത്രിച്ചിട്ടും കണ്ണുകൾ നിറഞ്ഞു വന്നു. എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലെന്ന് വരെ ചിന്തിച്ചു പോയി അവൾ. മുമ്പിൽ 3 ചെറുപ്പക്കാരെ വേറെ 2 പ്രായം ചെന്ന ആളുകൾ ഇരിക്കുന്നത് അപ്പം മാത്രമാണ് അവൾ കണ്ടത് പോലും. അവരുടെ നോട്ടം തൻ്റെ മേലാണെന്ന് കണ്ടതും പെട്ടെന്ന് തന്നെ അവൾ മിഴികൾ താഴ്ത്തി. അത് വേണ്ട, ഇപ്പം തന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ആ ചടങ്ങൊക്കെ വീട്ടുകാരൊക്കെ ആയി വരുമ്പോൾ ആകാം. ആരുടെ ഉറച്ച ശബ്ദം. അതെന്താ മോനെ അങ്ങനെ? ഇപ്പം നീ കണ്ട് സംസാരിച്ച് ഇഷ്ടമായില്ലല്ലേ അവരെ കൂടെ കൊണ്ടുവരാൻ നോക്കൂ. നീ കുട്ടിയുമായി ഒന്ന് സംസാരിക്ക്. കൂടെ വന്ന ബ്രോക്കർ അയാളുടെ അഭിപ്രായം പറഞ്ഞു. അത് ശരിയാ, അതല്ലേ അതിൻ്റെ രീതി. ചെറുക്കൻ്റെ വാപ്പയും അയാളെ ശരിവെച്ചു. അത് വേണ്ടപ്പാ, വേറൊന്നും കൊണ്ടുമല്ല. നമ്മൾ കാണാൻ വരുന്നത് ആൾ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. കണ്ടില്ലേ ആകെ പേടിച്ച് നിൽക്കുന്നത്. വീട്ടുകാരെ കൊണ്ട് വരുമ്പോഴേക്കും ഇയാൾ ഒന്നുകൂടെ മെൻ്റലി പ്രിപ്പയർഡ് ആകും. സമയമുണ്ടല്ലോ, നമുക്ക് തിരക്കുമില്ല. അതല്ലേ ഒന്നുകൂടെ ബെറ്റർ. ശബ്ദം ഉറച്ചതാണെങ്കിലും വാക്കുകളിൽ സൗമ്യതയുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ അവൾ മുഖമുയർത്തി. കണ്ണുകൾ നിറഞ്ഞ് മുന്നിലെ കാഴ്ച മങ്ങിയിരുന്നു. എന്നിരുന്നാലും മുന്നിൽ നിൽക്കുന്നത് അവളെ രക്ഷിക്കാമെന്ന ദൂതനാണെന്ന് തോന്നി അവൾക്ക്. ഒന്നുമില്ലെങ്കിലും വാപ്പച്ചിയിലേറെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചല്ലോ. വീട്ടിലുള്ളവരെ കൂട്ടി വരുന്ന ദിവസവും സമയമൊക്കെ അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വന്നവർ യാത്ര പറഞ്ഞിറങ്ങി. അവർ ഇറങ്ങിയതും ഒന്നും മിണ്ടാതെ കണ്ണുകൾ അമർത്തി തുറച്ചുകൊണ്ടവൾ അടുക്കളയിലേക്ക് നടന്നു. ഉമ്മയെ വാപ്പച്ചിയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പോകാനിറങ്ങി. അവൾ കഴിക്കാൻ വേണ്ടി എടുത്തു. കറി ഒഴിച്ചു വെച്ച ഭക്ഷണവുമായി ഉമ്മ പുറകെ ഓടി വന്നെങ്കിലും അവൾ ധൃതിയിൽ നടന്നകന്നിരുന്നു. ഹൃദയം പൊട്ടുന്ന വേദനയിലും ഒന്ന് കരയുക പോലും ചെയ്യാതെ അവൾ നടന്നകലുന്നത് ഒരു തേങ്ങരോടെ അവർ നോക്കി നിന്നു. കയ്യിലിരിക്കുന്ന പ്ലേറ്റിലേക്കും അവൾ നടന്നു പോകുന്ന റോഡിലേക്കും ഒരു നിശ്വാസത്തോടെ നോക്കിക്കൊണ്ടവർ തിരിഞ്ഞതും മുമ്പിൽ വാപ്പച്ചി നിൽപ്പുണ്ടായിരുന്നു. അയാളെ കണ്ടതും തൻ്റെ മകളോർത്ത സങ്കടവും വിഷമവും ദേഷ്യവും കാരണം അവരുടെ മുഖം വിവരണമായി. ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ടവൾ കരച്ചിലടക്കാൻ പാടുപെട്ടു. കുട്ടികളെ വേദനിപ്പിക്കുന്നേ, അവരെ വിഷമിപ്പിച്ചത് എന്ത് ലാഭം നിങ്ങൾക്ക് കിട്ടാനുള്ളേ? എൻ്റെ മോള് ചങ്ക് പൊട്ടി ഇവിടുന്ന് ഇറങ്ങിപ്പോയി. ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചിട്ടില്ല. എന്തിനാ ഈ വേദനയൊക്കെ അവർക്ക് കൊടുക്കണേ? ഇടർച്ചയോടുള്ള വേദനയോട് അവർ ചോദിച്ചു. മെണ്ടരുത് നീ. നിന്റെ മക്കളെ പക്ഷം ചേർത്ത് എന്നെ തോൽപ്പിക്കാനാണ് ഭാവെങ്കിലേ ആരെയും ഞാൻ വെറുതെ വിടൂല. അങ്ങനെയൊന്നും ഉണ്ടായാൽ ആ നിമിഷം ഇറങ്ങിക്കോണം നീയും നിന്റെ മക്കളും ഈ വീട്ടിൽ നിന്ന്. അയാൾ മുരണ്ടു. ആരുടെ പക്ഷം ചേരുന്നതല്ല, അവർക്ക് ഇഷ്ടപ്പെട്ടവരവർ കണ്ടുപിടിച്ചു. അതൊരു തെറ്റാണോ? അന്തസ്സായി മാന്യമായി അവർ ചോദിച്ചല്ലോ കല്യാണം നടത്തി തരുമെന്ന്. നിങ്ങൾ എതിർത്തിട്ടും വാശി പിടിക്കേ, നിങ്ങളോട് ശബ്ദമുയർത്തി സംസാരിക്കേ, തന്നിഷ്ടം പ്രവർത്തിക്കേ, എന്തേലും ചെയ്തോ അവര്? ഇല്ലല്ലോ. ഇനിയൊട്ടും അവർ ചെയ്യൂല്ല. അവർ മറുത്തൊന്നും പറയില്ലെന്ന് വിചാരിച്ച് അത് മുതലെടുക്കരുത്. ഇപ്പം തന്നെ സൽമാൻ ഇല്ലാത്ത ദിവസം നോക്കി നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ എന്തിനു വേണ്ടിയാ? എന്താ നിങ്ങൾക്ക് അതുകൊണ്ട് കിട്ടിയേ?
സ്വത്തും പണവും നിങ്ങളുടെ അഭിമാനമാണോ നിങ്ങൾക്ക് വലുത്? അതോ നിങ്ങളുടെ മക്കളോ? ദേഷ്യം കൊണ്ട് അവർ വിറക്കുന്നുണ്ടായിരുന്നു. വായടയ്ക്ക് വെക്കുന്നതോ ഫാത്തിമ നിനക്ക് നല്ലത്. എനിക്ക് നേരെ ഒച്ചയുയർ തന്നെ എവിടുന്നാ നിനക്ക് ഇത്ര ധൈര്യം കിട്ടിയേ? അയാൾ അവർക്ക് നേരെ അടിക്കാൻ കൈയുയർത്തി. എൻ്റെ മക്കളോർത്താ എനിക്ക് ധൈര്യം കിട്ടിയേ. അവരുടെ മനസ്സ് വിഷമിപ്പിച്ച് നിങ്ങൾ എന്തേലും തീരുമാനിച്ചാ അത് കാണാൻ ഞാനോ മക്കളോ ഉണ്ടാവില്ല. ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ടവർ അകത്തേക്ക് കയറിപ്പോയി. വൈകിട്ട് സുറുമി വരുന്ന സമയമായപ്പോഴേക്കും അവൾക്ക് ഇഷ്ടമുള്ള പലഹാരം ഉണ്ടാക്കി കാത്തിരിക്കുകയായിരുന്നു ഉമ്മ. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, ഉച്ചക്ക് ചോറും കൊണ്ടുപോയിട്ടില്ല. പട്ടിണിയിലായിരിക്കും എൻ്റെ മോള്. ഓർക്കും തോറും മാതൃഹൃദയം തേങ്ങി. വരുന്ന സമയം കഴിഞ്ഞിട്ടും കാണാത്തപ്പോൾ എന്തോ ഒരു ഭയം വന്ന് മൂടിയിരുന്നവർക്ക്. ഒട്ടൊരു നേരം കാത്തിരുന്നിട്ടും അവളെ കണ്ടില്ല. ഒടുവിൽ നിവൃത്തിയില്ലാതെ അവർ പുറത്തുപോയ വാപ്പച്ചിയെ ഫോൺ ചെയ്തു. 5:30 ആയിട്ടുള്ളൂ, വിശന്ന് വലയുമ്പോൾ വന്നോളൂ, പുരുഷമായി പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ കട്ട് ചെയ്തു. നേരെ ഇരുട്ടി തുടങ്ങിയിട്ടും സുറുമി വീട്ടിലെത്തിയില്ല. സൽമാനെ വിളിച്ചു നോക്കിയെങ്കിലും അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. സമയം ഇഴിഞ്ഞു നീങ്ങി. വീട്ടിലെ വിശേഷങ്ങൾ അറിയാൻ സമീറ വിളിച്ചപ്പോഴേക്കും സുറുമി ഇതുവരെയൊക്കെ വീട്ടിലെത്തിയിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ വിതുമ്പിപ്പോയിരുന്നു. സൽമാൻ നാട്ടിലെത്തിയ സ്ഥിതിക്ക് അവളുടെ ഏതെങ്കിലും കൂട്ടുകാരുടെ വീട്ടിലേക്ക് വിളിച്ച് ചോദിക്കാൻ സമീറ ഉപദേശിച്ചെങ്കിലും മഷൂദുമായുള്ള ബന്ധമറിഞ്ഞ ദിവസം അന്നത്തെ വാശിപുറത്ത് സുറുമിയുടെ കൂട്ടുകാരികളുടെ നമ്പറുകൾ എഴുതി വെച്ച ഫോൺ ബുക്ക് വാപ്പച്ചി കീറിക്കളഞ്ഞതിനാൽ ആ വഴിയും അടഞ്ഞു. പുറത്തുപോയ വാപ്പച്ചി വീട്ടിലെത്തിയിട്ടും സുറുമി എത്തിയില്ല. നേരെ ഇരുട്ടിയിട്ടും അവൾ എത്തിയില്ലെന്നത് അയാളെയും ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. വിവരമറിഞ്ഞ് കുറച്ചു നേരം കൊണ്ട് തന്നെ സമീറയും റംസാനും വലിയെടുത്തെത്തി. അവരെത്തിയപ്പോഴേക്കും ഉമ്മ തളർന്നു കിടക്കുകയായിരുന്നു. അവൾ പോകാൻ സാധ്യതയുള്ള കുടുംബക്കാരുടെ വീട്ടിലെല്ലാം അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു റംസാനും സമീറയും വന്നത്. ഇനി എന്ത് ചെയ്യുന്നു ആകുലതയുടെ റംസാൻ തിരക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും തന്നെ ബാധിക്കുന്ന വിഷയമേ അല്ലെന്ന മനോഭാവമായിരുന്നു വാപ്പച്ചിക്ക്. എന്തൊക്കെ ഭാവിച്ചാലും അയാളുടെ ഉള്ളിൽ ഭയം വന്ന് മൂടിയിരുന്നു. എന്ത് ചെയ്യുന്നറിയാതെ ആരോട് ചോദിക്കുമെന്നറിയാതെ അയാളും നിസ്സഹായനായി. റംസാൻ ഇടയ്ക്കിടയ്ക്ക് സൽമാനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് തന്നെയായിരുന്നു. വാപ്പച്ചി, പോലീസ് കംപ്ലൈൻറ്റ് ചെയ്യണ്ടേ? മടിച്ചാണെങ്കിലും സമീറ ചോദിച്ചു. അവളുടെ കൂട്ടുകാരുടെ വീട്ടിൽ അന്വേഷിച്ചോ? ഇല്ലല്ലോ, അവിടെ എവിടെയെങ്കിലും ഉണ്ടാകും. അവളുടെ വാശിയും കുറുമ്പും അടങ്ങുമ്പോൾ കയറി വന്നോളൂ. ഉള്ളിലെ തീയും വേവലാതിയും പുറത്തേക്ക് കാണിക്കാതെയാണ് മറുപടി. വാപ്പച്ചിയുടെ മറുപടിയുടെ നിരാശയെ റംസാൻ എന്ന് നോക്കിയ ശേഷം സമീറ തിരിഞ്ഞു നടന്നു. സമീറ, ഒന്നവിടെ നിന്നേ. അയാൾ വിളിച്ചപ്പോൾ അവൾ സംശയത്തോടെ നോക്കി. അവനവിടെ ഉണ്ടോ? ആ, ഹാരി, മഷൂദ് ഇല്ലെന്നാണ് എൻ്റെ അറിവ്. അവൾ പറഞ്ഞതും അയാളുടെ ഫോൺ ശബ്ദിച്ചു. ഫോൺ എടുത്ത് കാതോട് ചേർത്ത് വിളിക്കുന്ന ആൾക്കുള്ള മറുപടിയായി മൂളുന്നുണ്ടായിരുന്നു അയാൾ. അവനിവിടെ ഇല്ല, ഉണ്ടെങ്കിലല്ല അവൻ്റെ കൂടെ ഇറങ്ങിപ്പോകും. അപ്പോൾ പേടിക്കാനൊന്നുമില്ല. നിമിഷങ്ങൾ കൊണ്ട് തന്നെ ഫോൺ കോൾ അവസാനിപ്പിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. മഷൂദ് നാട്ടിലില്ലെന്ന വാർത്ത അയാളെ സന്തോഷിപ്പിച്ചു. വാപ്പച്ചി വിചാരിക്കുന്ന പോലെ നിങ്ങൾ കൈപ്പിടിച്ചു കൊടുക്കാതെ അവൾ പോവില്ല. ഇനി അവൾ തയ്യാറായാലും മഷൂദ് കൊണ്ടുപോയിട്ടേ വേണ്ടേ. വാപ്പച്ചി വിചാരിക്കുന്ന പോലെ ഒരാളല്ല മഷൂ. അതോർത്ത് വാപ്പച്ചി പ്രഷർ കൂട്ടണ്ട. വീറോട് അതും പറഞ്ഞുകൊണ്ടവൾ അകത്തേക്ക് പോയി. മറുത്തൊന്നും പറയാനാകാതെ ഇരുന്നതേയുള്ളൂ അയാൾ. കാത്തിരിക്കുക, എന്ത് പറ്റി സുറുമിക്ക് എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ അറിയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്തോളൂ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. ബൈ.